ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ ചലഞ്ച് ഡേ 7 ആയില്ലേ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹെയർ കെയർ വീഡിയോസ് ഒന്നും ഇടാഞ്ഞേ. അങ്ങനെ തലയിൽ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് തന്നെ വെളിച്ചെണ്ണ തേക്കുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യണ വെളിച്ചെണ്ണ തന്നെ തേച്ചോളൂ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചെണ്ണ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് മൈൽഡായിട്ട് മസാജ് ചെയ്ത് കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ നേരെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂവും പൊട്ടിക്കാൻ വന്നിരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം പൂ കിട്ടുന്നോ അത്രത്തോളം എടുത്തോളൂ. എനിക്കിപ്പോൾ അധികം പൂവൊന്നുമില്ല, പിന്നെ ഇലയൊക്കെ ഏകദേശം കുറേയൊക്കെ നാശമായിരിക്കണം, എന്താണെന്നറിയില്ല. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഇലയും പൂവും ഒക്കെ പറിച്ചതിന് ശേഷം നേരെ അത് കൊണ്ടുപോയി നന്നായിട്ട് കഴുകണം കേട്ടോ. നന്നായിട്ട്, മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ ഒരു വൈറ്റ് കളറിലുള്ള സാധനം ഉണ്ടാവില്ലേ, അത് ചിലപ്പോൾ ഉണ്ടാവും ഇതിൽ. ഞാൻ പൊട്ടിച്ചതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത്, ചിലപ്പോൾ ആ വൈറ്റോട് കൂടി തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിങ് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായി വാഷ് ചെയ്യണം പറയണേ. അങ്ങനെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇലയും പൂവൊക്കെ ഇങ്ങനെ പിച്ചിടുന്നുണ്ട്. ആകെ 2 ചെമ്പരത്തി പൂവൊക്കെ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ അഹങ്കാരമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ ഞാൻ ഓരോ ഇലയൊക്കെ ഇങ്ങനെ പറിച്ചിട്ടതിന് ശേഷം നമുക്കിന്ന് പാക്ക് ഇത്തിരി സ്റ്റിക്കി ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ഒഴിക്കണുള്ളൂ. ഭയങ്കര കുറച്ച് നമുക്കിത് അരഞ്ഞ് കിട്ടണം, പിന്നെ ഒന്ന് അരിക്കുമ്പോൾ കിട്ടണം. ആ ഒരു രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് ഒരു കോട്ടൺ തുണി വെച്ച് അരിച്ചെടുത്തിരിക്കുക. നമുക്ക് ഇതിൽ ഒരു എഗ്ഗ് വേണം. എഗ്ഗ് വൈറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് മൊത്തമായിട്ട് ഇടാം. എനിക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, പിന്നെ നമ്മളിന്ന് ഷാമ്പു വാഷ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, സ്മെല്ല് വരാണ്ടിരിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ എഗ്ഗ് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു 5 മിനിറ്റൊക്കെ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തലയിൽ തേക്കാം. തലയിൽ തേക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര സമാധാനമായിട്ടിരുന്ന് തേക്കണം. അതുപോലെ തന്നെ സമയമെടുത്ത് തേക്കുക. നമ്മൾ മുടീനെ ഇപ്പോൾ ആരെങ്കിലും തേച്ച് തരാനുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, മുടീനെ ഇങ്ങനെ പാർട്ടായിട്ട് എടുത്തതിന് ശേഷം ഓരോ സ്കാൽപ്പിൻ്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ നന്നായിട്ട് തേക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ പാർട്ടായിട്ട് എടുക്കുക, അവിടെ നന്നായി തേച്ച് പിടിപ്പിക്കുക, അടുത്ത സെക്ഷൻ എടുക്കുക, എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ അതിനുശേഷം ജസ്റ്റ് ഭയങ്കര മൈൽഡായിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മുടി കെട്ടിവെച്ച് എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെറ്റ് കയറിയ ഭാഗത്തൊക്കെ ഇങ്ങനെ തേക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ.